നിങ്ങളൊരു തീരുമാനമെടുക്കുകയും തൽക്ഷണം അതിൽ ഖേദിക്കുകയും ചെയ്തിട്ടുണ്ടോ? കിടക്കയിൽ കിടന്ന് സീലിംഗ് നോക്കി കഴിഞ്ഞുപോയ കാലങ്ങൾ ഇങ്ങനെയായിരുന്നെങ്കിലെന്ന് ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചുള്ള വേദനകൾ ഒരു പാരസൈറ്റാണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തിന്ന് ജീവിക്കുന്നു. അത് നിങ്ങളുടെ സമയത്തെ നശിപ്പിക്കുന്നു. അതിനേക്കാളുപരി അത് നിങ്ങളാകാൻ ആഗ്രഹിച്ച വ്യക്തിത്വത്തിൽ നിന്നും നിങ്ങളെ എന്നേക്കുമായി പിന്തിരിപ്പിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു വഴിയുണ്ട്. ഈ വീഡിയോയുടെ അവസാനം എന്നേക്കുമായി കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ദുഃഖം അവസാനിപ്പിക്കുവാനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയ പോലെ ആകില്ല. ഭൂതകാലം ഒരു ജയിലാണ്. നിങ്ങളതിലെ ജയിൽ പുള്ളിയും. നിങ്ങൾ എപ്പോഴൊക്കെ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളെ ജയിലഴിക്കുള്ളിൽ ഇടുകയാണ്. എന്നാൽ സത്യം ഇതാണ്, ഭൂതകാലം എന്നത് നിങ്ങൾ നിങ്ങളുടെ തലയിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ്. ആ കഥ നിങ്ങൾക്ക് മനസ്സിൽ നിന്നും മാറ്റി എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്കെല്ലാം മാറ്റാൻ പറ്റും. ഞാനിനി പശ്ചാത്തപിക്കില്ലെന്ന് കമൻറ്റ് ചെയ്യൂ. മിക്ക ആളുകളും അവരെടുത്ത പല തീരുമാനങ്ങളെക്കുറിച്ചും ദുഃഖിക്കുവാനുള്ള കാരണം അവർ ദുർബലമായ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അവർ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ മടിക്കുന്നു. അവർ സ്വയം സംശയിക്കുന്നു, എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്ന്. അവർ മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ വിജയികൾ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുന്നു. ഒരു തീരുമാനം എടുത്താൽ വേഗത്തിൽ പൂർണ്ണ ശക്തിയോടെ അതിൽ പ്രവർത്തിക്കുക, അല്ലാതെ കാത്തിരിക്കരുത്. രണ്ടാമതൊരു ചിന്ത വരാൻ കാത്തിരിക്കരുത്. വേഗത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ വേഗത്തിൽ ഉയർച്ചയിലേക്ക് എത്തുന്നു. ഉയർച്ച ദുഃഖിക്കുവാനുള്ള അവസരം ഇല്ലാതാക്കുന്നു. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യൂ, ഞാൻ വിജയിയാണ്. ഈ നിമിഷം മുതൽ ഞാൻ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്കറിയുമോ എന്താണ് നിങ്ങൾ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ദുഃഖം തോന്നുന്നതെന്ന്? കാരണം നിങ്ങൾ അതിൽ പൂർണ്ണത അന്വേഷിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ പൂർണ്ണമായ ഒന്നുമില്ല. ഏറ്റവും മികച്ച കളിക്കാർ എല്ലാ വിഷമതകളെയും സ്വീകരിക്കുന്നു. തെറ്റ് ഒരു പാഠം മാത്രമാണ്. തെറ്റിൽ നിന്നും പഠിച്ച് നാം മുന്നേറേണ്ടതുണ്ട്. പരാജയം ഒരു പുതിയ അറിവിലേക്ക് നമ്മെ നയിക്കുന്നു. അടുത്ത തവണ നിങ്ങൾ ചെയ്തു പോയ ഒരു തെറ്റിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ചിരിക്കൂ. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാതെ എവിടെ വെച്ച് നിർത്തണോ, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞതെല്ലാം മറന്ന് പഴയ പോലെ കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിച്ചിരിക്കണോ, അതോ സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത് മനസ്സിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് വിജയിക്കണോ എന്ന്. നാളെയല്ല, ഇപ്പോൾ തന്നെ. നിങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞ കാര്യത്തെപ്പറ്റി എപ്പോഴെങ്കിലും ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തൂ. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കിട്ടാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. താഴെ കമൻറ്റ് ചെയ്യൂ, ഞാൻ ഇനി ഒരിക്കലും ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിക്കില്ല. നന്ദി.